ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി മാത്രം തീരണമേ. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ 3 തരത്തിലുള്ള 7 ന്യായവിധികളുണ്ട്. 7 സീൽസ്, 7 മുദ്രകൾ, 7 ട്രംപറ്റ്സ്, 7 കാഹളങ്ങൾ ആൻഡ് 7 ബൗൾസ്, 7 കലശങ്ങൾ. 7 മുദ്രകളുടെ ന്യായവിധികൾ നമുക്ക് വെളിപ്പാട് 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ വായിക്കാം. അതുപോലെ 7 കാഹളങ്ങളുടെ ന്യായവിധികൾ ചാപ്റ്റർ 8 to ചാപ്റ്റർ 14-20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. ഇനിയും 15-ാമത്തെ ചാപ്റ്റർ 1-ാം വാക്യം മുതൽ 18-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം വരെയുള്ള 7 ബൗൾ ജഡ്ജ്മെൻറ്റ്സ്, അതായത് 7 കലശങ്ങളുടെ ജഡ്ജ്മെൻറ്റ്സ് ആണ് നാം പഠിക്കാൻ പോകുന്നത്. They represent God's progressive justice and are interwoven, not a linear progression of events. ഈ ന്യായവിധികൾ ദൈവത്തിൻ്റെ പുരോഗമനപരമായ നീതിയെയും ഇടപെടലിനെയും അതിൻ്റെ പുരോഗതിയെയും കാണിക്കുന്നു. ഈ അധ്യായത്തിൽ തുടങ്ങുന്ന പൊൻകലശങ്ങളുടെ ന്യായവിധികൾ ദൈവന്യായവിധികളുടെ അന്തിമ ഭാഗങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. ഞാൻ 15-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുന്നു. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. ഇവിടെ 1-ാം വാക്യത്തിൽ അവസാനത്തെ 7 പൊൻകലശങ്ങളുടെ ന്യായവിധികൾ നടപ്പാക്കാനായി ദൈവം തിരഞ്ഞെടുത്ത 7 ദൂതന്മാരെ വിശുദ്ധ യോഹന്നാൻ കാണുന്നതായി എഴുതിയിരിക്കുന്നു. ഇത് ഒരടയാളമായിട്ടാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, അതായത് സൈൻ. ലോകത്തിലെ ദുഷ്ടതയുടെ ന്യായവിധികൾ കുറെ താമസിച്ചാലും അത് നടപ്പാക്കും എന്ന് ഇവിടെ നാം കാണുന്നു. ഈ സമയത്ത് നടപ്പാക്കുന്ന ന്യായവിധികളിൽ നിന്നും ഒഴിഞ്ഞു മാറാനോ പശ്ചാത്തപിക്കാനോ ഇനിയും ആർക്കും ഒരു അവസരവുമില്ല എന്നുള്ള സത്യം എത്ര ശോചനീയമാണ്. നമുക്ക് 15-ാം അധ്യായം 2, 3, 4 എന്നീ വാക്യങ്ങൾ വായിക്കാം. തീ കലർന്ന പളുങ്കുകടൽ പോലെയൊന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതകരവുമായവ. സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. 7 ദൂതന്മാർ അവസാനത്തെ ന്യായവിധികൾ നടപ്പാക്കാൻ തുടങ്ങുന്നത് നാം 1-ാം വാക്യത്തിൽ കണ്ടല്ലോ. അതേസമയം തന്നെ വേറെയൊരു മനോഹരമായ സീൻ വിശുദ്ധ യോഹന്നാൻ കണ്ടത് നമ്മോട് വിവരിക്കുകയാണ്. തീ കലർന്ന ഒരു പളുങ്കുകടൽ, സീ ഓഫ് ഗ്ലാസ്. ഈ പളുങ്കുകടൽ നാം വെളിപ്പാട് 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ കാഴ്ചകൾ കണ്ട കൂട്ടത്തിൽ പരിചയപ്പെട്ടതാണ്. ദൈവസിംഹാസനത്തിനും സിംഹാസനത്തിൻ്റെ ചുറ്റിലും വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് പൊൻകിരീടം വെച്ച് സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാരും 4 ജീവികളും സിംഹാസനത്തിൻ്റെ മുമ്പിലുള്ള പളുങ്കിനൊത്ത കണ്ണാടിക്കടലും. ഈ 15-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ ഈ പളുങ്കുകടലിന് അരികെ എതിർ ക്രിസ്തുവിൻ്റെ സംഖ്യ സ്വീകരിക്കാതെ അവനെ ആരാധിക്കാൻ വിസമ്മതിച്ച വിജയം വരിച്ച വിശുദ്ധ ജനത ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് വിശുദ്ധ യോഹന്നാൻ കാണുന്നു. ദൈവം ഭൂമിയുടെ മേൽ നടത്തുവാൻ പോകുന്ന ശിക്ഷാവിധിയുടെ അവസാന ഘട്ടമാണ് ഇനിയും നമ്മൾ കാണാൻ പോകുന്നത്. ദൈവക്രോധത്തിൻ്റെ അവസാന ഘട്ടം. ഈ തീ കലർന്ന പളുങ്കുകടൽ അവതരിപ്പിക്കുന്നത് മഹാപീഡനകാലത്തെ എതിർക്രിസ്തുവിൻ്റെ ഉപദ്രവങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. മൃഗത്തിൻ്റെ മുദ്രയില്ലാതെ ആർക്കും ഒന്നും വാങ്ങിക്കുവാനും വിൽക്കുവാനും സാധിക്കുകയില്ല. ഭക്ഷണക്ഷാമം, പട്ടിണി ഇവയൊക്കെ നേരിടുന്ന കാലയളവുകളാണ് ഇത്.
എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര സ്വീകരിക്കാത്തവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. അവർ രക്തസാക്ഷികളാകുമെങ്കിലും അവർ അവസാനത്തോളം അവരുടെ വിശ്വാസം കാക്കും. ഇവരാണ് ജയിച്ചവർ. ഇവരാണ് ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളങ്കുകടലിന് അരികെ നിൽക്കുന്ന ജയിച്ചവർ. പ്രൈസ് ഗാഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഈ വീണമീട്ടുന്നവർ 2 പാട്ടുകളാണ് പാടുന്നത്. ഒന്നാമതായി ദ സോങ് ഓഫ് മോസസ്, രണ്ടാമതായി സോങ് ഓഫ് ദ ലാംബ്. മോശയുടെ പാട്ട് നമുക്ക് എക്സോഡസ് 15:1-21 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. മിസ്രൈമ്യ സൈന്യങ്ങളെ ചെങ്കടലിൽ മുക്കിയ ശേഷം ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ തീരത്ത് വെച്ച് പാടിയ പാട്ടാണ് സോങ് ഓഫ് മോസസ്. ഇതുപോലെ ഇവിടെ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ചെതുർത്തുനിന്ന് വിജയം വരിച്ച മഹാപീഡനകാലത്തെ വിശുദ്ധന്മാർ, അവർ മിക്കവാറും തന്നെ രക്തസാക്ഷികളാകാം. അവർ പാടുകയാണ് മഹത്വകരവും അത്ഭുതകരവുമായ കാഴ്ച. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ വലുതും അത്ഭുതകരവുമായവ, അങ്ങയുടെ വഴികൾ നീതിയും സത്യവുമായവ. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ ന്യായവിധികളെ തടുക്കുവാൻ ഒരു ദുഷ്ടനും സാധിക്കുകയില്ല. അങ്ങ് ലോകത്തിലെ രാജ്യങ്ങളുടെ മേൽ രാജാതിരാജാവായും കർത്താവുമായും വാഴും. പ്രൈസ് ഗോഡ്. ഈ 2 പാട്ടുകളും ദൈവത്തിൻ്റെ സുരക്ഷിതത്വവും രക്ഷയും നമ്മെ സാക്ഷീകരിക്കുന്നു. കുഞ്ഞാടിൻ്റെ പാട്ട് ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സ്തുതിസ്തോത്ര ഗാനങ്ങളാണ്. വെളിപ്പാട് 5-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കുഞ്ഞാടിൻ്റെ ഒരു പുതിയ പാട്ട് പഠിച്ചുവല്ലോ. 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണ് നമസ്കരിച്ച് ഒരു പുതിയ പാട്ട് പാടുന്നു. ഇത് സംഭവിച്ചത് 7 മുദ്രയുള്ള പുസ്തകച്ചുരുൾ കുഞ്ഞാട് പിതാവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുമ്പോഴാണ്. ഈ സ്വർഗത്തിലെ ദൈവമഹത്വത്തിൻ്റെ പാട്ട് വിശുദ്ധനായ ദൈവനാമത്തെ നാം എത്രമാത്രം ഭയപ്പെടുകയും മഹത്വപ്പെടുത്തുകയും വേണമെന്ന് ഊന്നിപ്പറയുന്നു. എന്നാൽ നാം ഇന്ന് ജീവിക്കുന്ന കാലത്ത് ഈ ആരാധന അതുപോലെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പാപികൾ തൻ്റെ ക്രോധത്തിന് ഇരയാകുകയും തൻ്റെ രക്ഷ സ്വീകരിക്കുന്നവർ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണിത്. സങ്കീർത്തനം 18-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ഈ വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ വിശുദ്ധിയെ പാടി സ്തുതിക്കുകയാണ്. കർത്താവായ യേശു ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ സകല മുട്ടുകളും രാജാതിരാജാവും ദൈവാതിദൈവവുമായ അങ്ങയുടെ മുമ്പിൽ മടങ്ങും. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ സർവ്വഭൂമിക്കും രാജാവാകുന്നു. യഹോവ ഏകനും അവൻ്റെ നാമം ഏകവും ആയിരിക്കും. നമ്മുടെ ദൈവത്തിന് ഈ ഭൂമിയെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്. ദൈവത്തിൻ്റെ ആ ന്യായവിധികൾ ഏറ്റവും ശരിയായത് തന്നെയാണ്. കാരണം സങ്കീർത്തനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഈ പാട്ടുകൾ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ നീതി, ന്യായം, ദൈവത്തിൻ്റെ പ്രാപഞ്ചികമായ ആധിപത്യം ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കാം. ഇതിൻ്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറക്കുന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. കിന്നരത്തോട് ചേർന്ന മോശയുടെയും കുഞ്ഞാടിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും വിജയത്തിൻ്റെയും ഗാനങ്ങൾ കേട്ടതിന് ശേഷം വിശുദ്ധ യോഹന്നാൻ കാണുന്നത് സ്വർഗത്തിലെ തുറന്ന ദൈവാലയമാണ്. വെളിപ്പാട് 8-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ നാം പഠിച്ചപ്പോൾ നാം കണ്ട സ്വർഗത്തിലെ അക്ഷരാർത്ഥത്തിൽ ഉള്ള ദേവാലയമാണ് ഇത്. ഇവിടെയുള്ള സ്വർണ്ണയാഗപീഠത്തിലേക്കാണ് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകൾ എത്തിച്ചേരുന്നത്. വെളിപ്പാട് 11-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലും ദൈവത്തിൻ്റെ സ്വർഗത്തിലുള്ള ആലയം തുറക്കുന്നതും ദൈവ ഉടമ്പടിയുടെ പെട്ടകം പ്രത്യക്ഷപ്പെടുന്നതും നാം പഠിച്ചല്ലോ. ശുദ്ധവും തിളക്കവുമുള്ള ശണവസ്ത്രം ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിക്കൊണ്ട് ദൈവാലയത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന ഈ ദൂതന്മാരുടെ വേഷം
വിശുദ്ധിയെയും മഹത്വത്തെയും അധികാരത്തെയും പ്രതിനിധീകരിക്കുന്നു. വെളിപ്പാട് 1-ാം 13-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ ദ റിസൺ ക്രൈസ്റ്റ്, കർത്താവ് ധരിച്ച അതേ വസ്ത്രധാരണമാണ് നാം ഇവിടെയും കാണുന്നത്. പൊൻകച്ച അധികാരത്തെ കാണിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അധികാരത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ വളരെ പ്രാധാന്യമുള്ള ഈ സാക്ഷ്യകൂടാരം അഥവാ ടാബർനാക്കിൾ വെളിപ്പാട് പുസ്തകത്തിൽ 15 പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. 14-ാം അധ്യായം മുതൽ സ്വർഗത്തിലെ കാഴ്ചകളാണ് നാം കാണുന്നത്. സ്വർഗത്തിലെ മാതൃകയിലാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഭൂമിയിൽ ദേവാലയം പണിതത്. ഭൂമിയിലെ സാക്ഷ്യകൂടാരത്തിൽ 10 കൽപ്പനകൾ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പുതിയ യെരുശലേമിൽ ഒരു ആലയത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ എല്ലാമായി നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 7-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. റെവലേഷൻ 4-ാമത്തെ അധ്യായത്തിൽ നാം കണ്ട 4 ജീവികളിൽ ഒന്ന് ദൈവക്രോധം നിറഞ്ഞ 7 കലശങ്ങൾ ഈ 7 ദൂതന്മാർക്ക് നൽകുന്നു. ദൈവത്തിന് മനുഷ്യരോടുള്ള ബന്ധത്തിന് 2 വശങ്ങളുണ്ട്. ഒന്നാമതായി ദൈവത്തിൻ്റെ സ്നേഹമാണ്. തൻ്റെ ഏകജാതനായ മകനെ മനുഷ്യപാപത്തിൻ്റെ പരിഹാരമായി തികഞ്ഞ യാഗത്തിനായി പിതാവ് ഭരമേൽപ്പിച്ചു. രണ്ടാമതായി യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സ്നേഹവാദത്വം നിരസിക്കുന്നവർക്ക് ന്യായവിധി തീർച്ചയായും ഉണ്ട് എന്നുള്ള സത്യമാണ്. 8-ാമത്തെ വാക്യം വായിക്കാം. ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ന്യായവിധിയുടെ തീ കത്തുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും കാരണം സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരം പുകയാൽ നിറയുന്നു. ഈ 7 ബാധകൾ തീർന്ന് കഷ്ടകാലം അവസാനിക്കുന്നതുവരെ സ്വർഗത്തിലെ ആലയത്തിലേക്ക് ആർക്കും പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ഇതുപോലെയുള്ള ദൈവശക്തിയുടെയും മഹത്വത്തിൻ്റെയും പുക മോശ സമാഗമന കൂടാരം പണിതു തീർത്തപ്പോഴും ശലോമോൻ ദൈവാലയം പണിത് ഹോമയാഗം അർപ്പിച്ചപ്പോഴും ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇത് നമുക്ക് പുറപ്പാട് 40-ാം അധ്യായം 34 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലും 2 ക്രോണിക്കിൾസ് 7:1-2 എന്നീ വാക്യങ്ങളിലും വായിക്കാം. വെളിപ്പാട് 15-ാം അധ്യായം ദൈവത്തിൻ്റെ നീതിയെയും ക്രിസ്തുവിൻ്റെ അത്യന്തിക വിജയത്തെയും ഊന്നിപ്പറയുന്നു. ന്യായവിധിക്ക് ഇടയിലും വിജയികളായ വിശുദ്ധന്മാരുടെ ആരാധനയുടെ ഒരു രംഗം ഇവിടെ വെളിപ്പെടുത്തുന്നു. 7 ദൂതന്മാർ ദൈവത്തിൻ്റെ ബാധകൾ അഴിച്ചുവിടാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ ന്യായവിധിക്ക് ഇടയിലും വിജയിയായ വിശുദ്ധന്മാരുടെ ആരാധനയുടെ ഒരു രംഗം ഇവിടെ വെളിപ്പെടുന്നു. വിശ്വാസികൾ ദൈവപദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുമ്പോൾ, കഷ്ടപ്പാടുകളെ അഭിമുഖീകരിക്കുമ്പോൾ വിശ്വാസം, ക്ഷമ, സ്ഥിരോത്സാഹം എന്നിവയുടെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്നു. 7 പ്രധാന സംഗതികൾ ഈ അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്പർ 1 ഈസ് ഗോഡ്സ് റൈറ്റസ് ജഡ്ജ്മെൻറ്റ്സ്. ദൈവത്തിൻ്റെ സത്യമായ ന്യായവിധികൾ. ദൈവത്തെ നിരസിക്കുന്നവരുടെ മേൽ പകരുന്ന ദൈവന്യായവിധികളുടെ സ്വഭാവം ഇവിടെ പ്രതീകമാണ്. രണ്ടാമതായി ദി അൾട്ടിമേറ്റ് വിക്ടറി. ദൈവത്തിൻ്റെ അത്യന്തിക വിജയം. അതിപീഡന കാലത്തും യേശുക്രിസ്തുവിൻ്റെ അൾട്ടിമേറ്റ് വിക്ടറി, വിജയവും അങ്ങയുടെ വിശ്വാസികളുടെ രക്ഷയും നാം ഇവിടെ കാണുന്നു. മൂന്നാമതായി ഫെയ്ത്ത്ഫുൾ വർഷിപ്പ്. വിശ്വസ്തതയുടെ ആരാധന. ന്യായവിധിയുടെ വരവിന് മുമ്പുള്ള വിശ്വാസികൾ കാണിക്കുന്ന വിശ്വസ്തതയും ആരാധനയും. നാലാമതായി ഹോപ്പ് ഇൻ സഫറിങ്. കഷ്ടപ്പാടിലും ഉള്ള പ്രത്യാശ. ധൈര്യശാലികളായ വിശ്വാസികൾ അവരുടെ കഷ്ടപ്പാടുകളുടെ സമയത്തും കാണിക്കുന്ന വിശ്വസ്തതയും സഹിഷ്ണുതയും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അഞ്ചാമതായി ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ പ്രാധാന്യം. യേശുക്രിസ്തുവിലൂടെ രക്ഷയുടെ സന്ദേശവും അതിലൂടെ ലഭ്യമാകുന്ന മാനസാന്തരവും. ആറാമതായി ദ റോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പങ്ക്. വിശുദ്ധന്മാരുടെ ആരാധനയിലും ഗാനങ്ങളിലും കൂടി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നു. ഏഴാമതായി ഗോഡ്സ് ഗ്ലോറി ആൻഡ് പവർ. ദൈവമഹത്വവും ശക്തിയും. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ആഴവും ശക്തിയും ഈ ചാപ്റ്ററിൽ നാം അനുഭവപ്പെടുന്നു.
എട്ടാമതായി ദ നീഡ് ഫോർ ഹോളിനെസ്, വിശുദ്ധിയുടെ ആവശ്യകത. വരാനിരിക്കുന്ന ന്യായവിധിയുടെ തയ്യാറെടുപ്പിലും ജീവിതത്തിൻ്റെ വിശുദ്ധിയും നീതിയും കാക്കുവാനുള്ള ഒരു വിശ്വാസിയുടെ ആവശ്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും ചെറിയ അധ്യായമായ ഈ 15-ാം അധ്യായം ദൈവക്രോധത്തിൻ്റെ വിഷയമാണ്. ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ പഠിച്ച ഈ ദൈവക്രോധം 7 കലശങ്ങളുടെ ന്യായവിധികൾ എന്നുള്ളത് മഹാപീഡനകാലത്തെ ഒടുവിലത്തെ ന്യായവിധിയാണ്. ദൈവത്തിൻ്റെ ദീർഘക്ഷമ ഇവിടെ അവസാനിക്കുകയാണ്. ദൈവകോപത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഇവിടെ ന്യായവിധി വരുന്നത് ദൈവത്തിൽ നിന്നുമാണ്. സാത്താനും എതിർ ക്രിസ്തുവിനും ഇവിടെ പങ്കില്ല. ദൈവക്രോധവും ന്യായവിധിയും ദൈവസിംഹാസനത്തിൽ നിന്നും നേരിട്ട് തന്നെയാണ് വരുന്നത്. അവസാനത്തെ ഭീകരമായ ന്യായവിധികൾ നടത്തുന്നത് ദൈവം തമ്പുരാൻ തന്നെയാണ്. ഈ 7 സ്വർഗീയ ദൂതന്മാരെ കൊണ്ട് അത് നടത്തിക്കുന്നു. ഈ അവസാനത്തെ ന്യായവിധിക്ക് ശേഷം ദൈവത്തിൻ്റെ ക്രോധം തീരുന്നു. ഈ ദൈവക്രോധം മഹാപീഡനകാലത്തെ ന്യായവിധികളാണ്. ദൈവത്തിൻ്റെ സ്നേഹം, കരുണ, ദയ ഇവയൊക്കെ മാത്രം കേൾക്കുവാനാണ് നമ്മുടെ ആഗ്രഹം. ശിക്ഷാവിധി നമ്മുടെ ലിസ്റ്റിലില്ല. എന്നാൽ ഒരു ദിവസം ദൈവം ന്യായം വിധിക്കാൻ വരുന്നു. കർത്താവ് ക്രോധകലശങ്ങളുടെ 7 ദൂതന്മാരെ അയക്കുന്നു. പഴയ നിയമകാലത്തെ ആലയത്തിലും ഈ കലശങ്ങളെക്കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. മഹാപുരോഹിതൻ രക്തം നിറച്ച കലശവുമായി ആണ്ടിൽ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമായിരുന്നു. അത് പാപപരിഹാരത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഇവിടെ ക്രിസ്തുവിൻ്റെ രക്തം നിഷേധിച്ച ദുഷ്ടമനുഷ്യർ ന്യായവിധിക്ക് വിധേയരാകുന്നു. ഇത് കുഞ്ഞാടിൻ്റെ കോപമാണ്. കലശങ്ങളുടെ ഈ 7 ന്യായവിധികൾ ദൈവത്തിൽ നിന്നും നേരിട്ട് വരുന്ന പ്രവർത്തനങ്ങളാണ്. വിശ്വാസികൾ ദൈവപദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുമ്പോൾ, കഷ്ടപ്പാടുകളെ അഭിമുഖീകരിക്കുമ്പോൾ, വിശ്വാസം, ക്ഷമ, സ്ഥിരോത്സാഹം എന്നിവയുടെ പ്രാധാന്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. Jesus, I surrender all to Him. I freely give. I will ever love and trust Him in His presence daily. I surrender all. I surrender all to Thee, my blessed Savior. I surrender all. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.